അടുത്ത വർഷം നടക്കുന്ന അസംബ്ലി തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം നിയമമണ്ഡലത്തിൽ കോൺഗ്രസും UDFും ഒരു മികച്ച സ്ഥാനാർത്ഥിയെ കണ്ടെത്തിയതായി സൂചന. ഇതിന് വ്യക്തമായ വിവരം ഗ്രൗണ്ട് സീറോയ്ക്ക് KPCCയുടെ ഉന്നതങ്ങളിൽ നിന്ന് തന്നെ ഇപ്പോൾ ലഭിച്ചിരിക്കുന്നു. 2016 തിരുവനന്തപുരത്തെ ഈ നിർണായക മണ്ഡലം പിന്നോട്ടു പോയിരുന്നു UDFന്. അന്ന് അവസാന നിമിഷം UDFിലേക്ക് കടന്നു വന്ന V സുരേന്ദ്രൻ പിള്ളയ്ക്ക് സീറ്റ് നൽകിയത് മുന്നണിക്ക് വലിയ തിരിച്ചടിയാണ് ഉണ്ടാക്കിയത്. കേവലം 13,000 ചില്ലാനം വോട്ടുകളാണ് അന്ന് അവിടെ നേടാൻ സാധിച്ചത്. ഈ വീഴ്ചയാണ് അക്കൊല്ലം BJPക്ക് O രാജഗോപാലിലൂടെ സംസ്ഥാന അസംബ്ലിയിൽ അക്കൗണ്ട് തുറക്കാൻ സാധിച്ചത്. ഇതിനെ തടയിടാനാണ് 2021 അന്ന് വടകര MP-യായ മുൻ KPCC അധ്യക്ഷൻ K മുരളീധരനെ നേമത്ത് മത്സരിപ്പിച്ചത്. അതും അവസാന നിമിഷത്തിൽ മുരളീധരന്റെ വ്യക്തിപ്രഭാവത്തിൽ മാത്രം UDFന് അവരുടെ വോട്ട് വിഹിതം 36,000-ൽ പരമായി ഉയർത്താൻ സാധിച്ചെങ്കിലും അവിടെ 3ാം സ്ഥാനം കൊണ്ട് വീണ്ടും തൃപ്തിപ്പെടേണ്ടി വന്നു. സ്ഥിതികൾ ഇങ്ങനെയിരിക്കെയാണ് കോൺഗ്രസും UDFും നിയമം തിരിച്ചുപിടിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി കഴിഞ്ഞ കുറച്ച് നാളുകളായി ഒരു ഉചിതമായ സ്ഥാനാർത്ഥിക്ക് വേണ്ടിയുള്ള തിരച്ചിൽ ആരംഭിച്ചിരുന്നത്. ആ തിരച്ചിലിനൊടുവിലാണ് കാർത്തിക എന്ന മുൻകാല ചലച്ചിത്ര താരത്തിലേക്ക് ഇപ്പോൾ എത്തിയിട്ടുള്ളത്. ഇക്കാര്യം UDF നേതൃത്വം കാർത്തികയുമായി സംസാരിച്ചുവോ എന്ന് വ്യക്തമല്ല എങ്കിലും നേമത്ത് കാർത്തികയ്ക്ക് ഒരു സാധ്യത നിലനിൽക്കുന്നുവെന്നാണ് പാർട്ടിയുടെ വിലയിരുത്തൽ. സമ്മതിദായകർക്ക് പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ലാത്ത വ്യക്തിയാണ് കാർത്തിക. ആ പേര് കേരള രാഷ്ട്രീയ കളത്തിൽ തിളക്കമാർന്ന ഒരു മുഖമല്ലെങ്കിലും കലാരംഗത്ത് ഏറെ വിലമതിക്കുന്ന വ്യക്തിത്വമാണ്. മലയാള ചലച്ചിത്ര രംഗത്തെ എണ്ണം പറഞ്ഞ ജനപ്രിയ സിനിമകളായ അടിവേരുകൾ, താളവട്ടം, സന്മനസ്സുള്ളവർക്ക് സമാധാനം, നീലക്കുറിഞ്ഞി പൂത്തപ്പോൾ, എന്റെ മാത്രം, ദേശാടനക്കിളി കരയാറില്ല, കരിയിലെ കാറ്റുപോലെ, രണ്ടാം തെരുവ്, ഉണ്ണികളെ ഒരു കഥ പറയാം, നീ എത്ര ധന്യ, ജനുവരി ഒരു ഓർമ്മ, ഇവിടെ എല്ലാവർക്കും സുഖം തുടങ്ങി സിനിമകളിൽ 80കളിലും 90കളിലും മലയാള സിനിമയുടെ മുഖശ്രീയായ ആ കലാകാരിയുടെ കുടുംബ പശ്ചാത്തലം പരിശോധിച്ചാൽ കോൺഗ്രസിന്റെ പാരമ്പര്യം കൂടി എടുത്തു പറയാനുണ്ട്. അച്ഛൻ ക്യാപ്റ്റൻ PKR നായർ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസുമായി അഫിലിയേറ്റ് ചെയ്ത എക്സ് സർവീസ് നേതാവായിരുന്നു. ഏറെ നാൾ എക്സ് സർവീസ്മെൻ കോർപ്പറേഷൻ ചെയർമാനുമായിരുന്നു അദ്ദേഹം. തിരുവനന്തപുരത്തെ പഴയകാല കോൺഗ്രസ് ചരിത്രമെടുത്താൽ PKR നായർക്ക് ചെറുതല്ലാത്ത ഒരു സ്ഥാനം തന്നെയാണുള്ളത്. ആ പാരമ്പര്യം ഉൾക്കൊണ്ടാണ് കാർത്തിക വളർന്നു വന്നതും. ക്ലാസിക്കൽ നർത്തകിയും കഥകളി കലാകാരിയുമായ അവർ ഒരു സംസ്ഥാന ടെന്നീസ് ജേതാവ് കൂടിയായിരുന്നു. പഠിത്തത്തിൽ അതീവ മിടുക്കിയുമായിരുന്നു അവർ. സുനന്ദ നായർ എന്നായിരുന്നു കാർത്തികയുടെ ആദ്യകാല പേര്. പിന്നീട് കാർത്തിക എന്ന പേരിൽ മലയാളത്തിലെ ജനപ്രിയ നടിമാരിൽ ഒരാളായി മാറി. തന്റെ കരിയറിൽ ഉന്നതിയിൽ നിൽക്കുമ്പോൾ കാർത്തിക സിനിമാ മേഖല വിടാൻ തീരുമാനിക്കുന്നു. വിവാഹം കഴിച്ച് കുടുംബസ്ഥയായി പൊതുജീവിതത്തിൽ നിന്നും മാറി നിൽക്കുകയായിരുന്നുവെങ്കിലും തിരുവനന്തപുരത്ത് വിശാലമായ സാമൂഹിക ബന്ധവും സുഹൃത്ത് വലയവും അവർക്കുണ്ട്. ഇതൊക്കെ കണക്കിലെടുത്താവണം കോൺഗ്രസ് അവരെ പ്രാഥമിക പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇപ്പോഴും മലയാളികൾ അവർ ചെയ്ത എണ്ണമറ്റ കഥാപാത്രങ്ങളിലൂടെ അവരെ മനസ്സിൽ പ്രതിഷ്ഠിച്ചിട്ടുണ്ട്. കാർത്തികയുടെ ഈ ജനപ്രിയതയും കോൺഗ്രസ് പ്രസ്ഥാനത്തോടുള്ള അവരുടെ മമതയുമാണ് UDFനെ അവരിലേക്ക് എത്താൻ പ്രേരിപ്പിക്കുന്നതും അവരെ നേമത്തിന്റെ തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ ഒരു പരീക്ഷണത്തിനിറക്കാൻ UDF മുതിരുന്നതെന്നുമാണ് ഗ്രൗണ്ട് സീറോ മനസ്സിലാക്കുന്നത്. അടുത്ത വർഷം നടക്കുന്ന അസംബ്ലി തെരഞ്ഞെടുപ്പിന്റെ കോലാഹലങ്ങൾ നിശബ്ദമായിട്ടാണെങ്കിലും പാർട്ടി അകത്തളങ്ങളിൽ ചെറു അനക്കങ്ങൾക്ക് ഇപ്പോൾ തന്നെ തുടക്കം കുറിച്ച് കഴിഞ്ഞിട്ടുണ്ട്. കേരളത്തിലെ വടക്ക് കാസർഗോഡ് മുതൽ തെക്ക് തിരുവനന്തപുരം വരെയുള്ള 140 മണ്ഡലങ്ങളിൽ വിജയപ്രതീക്ഷകളുള്ള സ്ഥാനാർത്ഥികൾക്കായുള്ള തിരച്ചിലും അനൌദ്യോഗികമായിട്ടുള്ള ചർച്ചകൾ ആരംഭിച്ചു കഴിഞ്ഞു പാർട്ടിയും മുന്നണിയും. മറ്റു മുന്നണികളെ അപേക്ഷിച്ച് UDFിൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള പുതിയ നീക്കങ്ങൾക്ക് ആക്കം കൂട്ടിക്കൊണ്ട് പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുകയാണ്. അടുത്ത വർഷം നടക്കുന്ന തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ ഗ്രൗണ്ട് സീറോ ചാനൽ പുറത്തുവിട്ട വിലയിരുത്തലുകളും ഗ്രൗണ്ട് സീറോ നേരിട്ട് നടത്തിയ സർവേ ഫലങ്ങൾക്കും വലിയ രീതിയിലുള്ള സ്വീകാര്യതയാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. അഭ്യൂഹങ്ങൾക്കപ്പുറം വിലയിരുത്തലുകളാണ് ഗ്രൗണ്ട് സീറോ ചാനൽ നടത്തിയത് എന്നതുകൊണ്ട് ആ വിലയിരുത്തലുകൾ ജനങ്ങൾ ഏറ്റെടുത്തു കഴിഞ്ഞു. അതുപോലെ തന്നെ ഈ അവസരത്തിൽ നേമത്തെ രാഷ്ട്രീയ സാഹചര്യം വിലയിരുത്തിയാൽ നമുക്കറിയാം കോൺഗ്രസിന് കാലക്രമേണ ഒരു ക്ഷയം അവിടെ സംഭവിച്ചിട്ടുണ്ടെന്ന്. അങ്ങനെ ഉണ്ടെങ്കിലും ഇപ്പോൾ നടക്കുന്ന KPCC പുനഃസംഘടന വഴിയുള്ള നീക്കങ്ങളിലൂടെ ഒരു പുനർജീവന് തുടക്കം കുറിച്ചിട്ടുണ്ട് ഇവിടെ. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കുമ്മനം രാജശേഖരനെ തോൽപ്പിച്ച് LDFിലെ V ശിവൻകുട്ടി അവിടെ വിജയിച്ചു.
പക്ഷേ ത്വരിതഗതിയിലുള്ള BJPയുടെ ഒരു വളർച്ച ഇവിടെ ആശങ്കാജനകം തന്നെയാണ് എന്ന് വേണം കരുതാൻ. അതിനെ പ്രതിരോധിക്കാനും LDFനെയും BJPയെയും തകിടം മറിക്കാനും UDF മുന്നോട്ട് വയ്ക്കുന്ന ഈ പുതിയ നീക്കം മറ്റ് ഇരു മുന്നണികൾക്കും കനത്ത പ്രഹരം തന്നെയാവും എന്നുറപ്പാണ്. കോൺഗ്രസിൽ തലമുറ മാറ്റത്തിലൂടെ നടപ്പിലാക്കുന്ന നൂതന ആശയങ്ങളുടെ ഭാഗമായി കൊണ്ടുവരുന്ന കാർത്തികയെ പോലെയുള്ള പ്രഗത്ഭരായ ബഹുമുഖ പ്രതിഭകളെ രംഗത്തിറക്കുന്ന ഇത്തരം തീരുമാനങ്ങൾ പ്രവർത്തകരും അണികളും ഇരു കൈകളും നീട്ടി സ്വീകരിക്കുകയാണിപ്പോൾ. കോൺഗ്രസിലെ വീക്ഷണശാലികളായ പുതിയ തലമുറ മുൻ തലമുറകളുടെ നിർദ്ദേശങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് നിയമത്തുൾപ്പെടെ ഇത്തരം അപ്രതീക്ഷിത തീരുമാനങ്ങൾ നടപ്പിലാക്കുമ്പോൾ അത് തന്ത്രങ്ങൾ മെനഞ്ഞു തൊടുത്തുവിടാൻ ആവനാഴിയിൽ നിറച്ച തന്ത്രാസ്ത്രങ്ങളുടെ സാമ്പിൾ മാത്രമാണ് എന്ന് വേണം കരുതാൻ. യഥാർത്ഥത്തിൽ തെരഞ്ഞെടുപ്പ് അടർക്കളത്തിൽ പടയ്ക്ക് പുറത്തൊരുക്കിയ UDFന്റെ തന്ത്രങ്ങളാൽ മുന്നേറാൻ തയ്യാറെടുക്കുന്ന മഹാ അക്ഷൗഹിണി പടയെ തടുക്കാൻ LDFനും BJPക്കും നന്നെ പരിശ്രമിക്കേണ്ടി വരും. നിയമം കാർത്തികയ്ക്കായി മാറ്റിവെച്ചാൽ കോൺഗ്രസിൽ ഒരു പുതിയ പെൺകരുത്തിന്റെ ഉദയമാകുമത്. UDFന്റെ മാന്ത്രിക നേട്ടവുമാകും. ചിലങ്കയണിഞ്ഞ കാലുകളും താരപ്രഭാവവും നേമത്ത് പുതിയ രാഷ്ട്രീയ ചരിത്രമെഴുതുമോ? കാത്തിരിക്കാം നമുക്ക്. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ ചാനൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ സബ്സ്ക്രൈബ് ബട്ടണിലെ ബെൽ ഐക്കൺ ഇനേബിൾ ചെയ്യാനും മറക്കരുത്.